പീരുമേട് പഴയ പാമ്പനാർ പോപ്സ് എസ്റ്റേറ്റ് ലൈൻസിൽ താമസിക്കുന്ന അരുൾദാസിന്റെ 80 കിലോ തൂക്കം വരുന്ന മൂരിക്കിടാവിനെ അറുത്ത് മാംസം കടത്തിയതായാണ് പരാതി. കഴിഞ്ഞ ഞായറാഴ്ച തമിഴ്നാട്ടിൽ പോയ കുടുംബം ബുധനാഴ്ചയാണ് തിരികെ എത്തിയത്. അന്നു മുതൽ മൂരിക്കിടാവ് തൊഴുത്തിൽ എത്തിയിട്ടില്ല എന്ന് ബോധ്യമായി. തുടർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെ എസ്റ്റേറ്റിൽ മരുന്നടിക്കാൻ പോയ തൊഴിലാളികളാണ് പശുവിന്റെ അവശിഷ്ടം കണ്ടെത്തിയതായി അരുൾദാസിനെ അറിയിച്ചത്. പോപ്സ് എസ്റ്റേറ്റ് വക മേലെഴുതിയിലെ തേയിലത്തോട്ടത്തിനുള്ളിലെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് പശുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പശുവിന്റെ തല തേയിലക്കുറ്റിയോട് ചേർത്ത് വെച്ച് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. തലയും തോലും കുടൽ അവശിഷ്ടങ്ങൾ മാത്രമാണ് മോഷ്ടാക്കൾ ഉപേക്ഷിച്ചത്. മാംസം പൂർണ്ണമായും കടത്തിയ നിലയിലുമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്ന് അരുൾദാസ് പറഞ്ഞു. നാട്ടിൽ പോയിട്ട് ചൊവ്വാഴ്ച തിരിച്ചു വന്ന് രാവിലെ വന്നപ്പം തൊട്ട് പശുവിന് തിരക്കി നടക്കുമായിരുന്നു. മൂരിക്കിടാവിനെ കണ്ടില്ല. മൂരിക്കിടാവിനപ്പോൾ അന്ന് രാത്രി വരെ നോക്കി പ്രതീക്ഷിച്ചു. രാത്രി എന്നും പിടിച്ചു കിട്ടുന്ന സാധനമാണ്. ഒരു ദിവസം പോലും പിടിച്ചു കിട്ടാത്തതില്ല. ബുധനാഴ്ച തൊട്ട് ഞാൻ തിരക്കി നടക്കും. അതിലെല്ലാ മേഖലയും തിരക്കി നടക്കും. ഞാൻ ഈ പശുവിനെ വെച്ച് മൊത്തം ഉപജീവന മാർഗം നടക്കുന്നുണ്ട്. അത് വഴിയില്ല. ഇത് നടന്നു വന്നപ്പോൾ ഇന്ന് രാവിലെ മരുന്നടിക്കാർ കണ്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു അവശിഷ്ടം കിടപ്പുണ്ടെന്ന് നോക്കാം. ക്യാൻസർ രോഗിയായ അരുൾദാസ് പശുക്കളുടെ പാൽ വിറ്റാണ് മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപജീവന മാർഗം നടത്തുന്നത്. കൂടുതൽ പാൽ ലഭിക്കുന്ന മറ്റൊരു പശുവിനെ വാങ്ങുവാൻ നഷ്ടപ്പെട്ട മൂരിയെ വില പറഞ്ഞു നിർത്തിയതായിരുന്നു. തമിഴ്നാട്ടിൽ പോയി മടങ്ങി വന്നതിന് ശേഷം മൂരിയെ കച്ചവടം ചെയ്ത് മറ്റൊരു പശുവിനെ വാങ്ങാൻ കച്ചവടം ഉറപ്പിച്ചതായിരുന്നു. തനിക്കുണ്ടായ നഷ്ടത്തിൽ പീരുമേട് പോലീസിൽ പരാതി നൽകി മേൽനടപടിക്കായി കാത്തിരിക്കുകയാണ് അരുൾദാസ്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പശുക്കളെ കാണാതാകുന്നത് പതിവായി വരികയാണ് എന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.